പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെ ശ്രീനഗറിലെത്തിക്കണ്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി. ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ ഉദ്ദേശം നാടിനെ വിഭജിക്കുക എന്നതാണെന്നും രാജ്യം ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാമിലേത് ഞെട്ടിപ്പിക്കുന്ന ദുരന്തമാണ്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും സഹായിക്കാനുമാണ് താൻ ശ്രീനഗറിലെത്തിയത്. ജമ്മു ആൻഡ് കശ്മീരിലെ മുഴുവൻ ജനങ്ങളും ഈ ആക്രമണത്തെ അപലപിക്കുന്നു. അവരെല്ലാം ഈ സമയം രാജ്യത്തിനൊപ്പമാണ്. പരിക്കേറ്റ ഒരാളെ കണ്ട് സംസാരിച്ചിരുന്നു. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നു. രാജ്യം ഒരുപോലെ അവർക്കൊപ്പമുണ്ടെന്നും ഈ സമയത്ത് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാഴാഴ്ച വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും തീവ്രവാദ ആക്രമണത്തെ അപലപിച്ചതായും രാഹുൽ ഗാന്ധി അറിയിച്ചു. മാത്രമല്ല, ഈ സമയത്ത് സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കൊപ്പവും പ്രതിപക്ഷം നിൽക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഭീകരാക്രമണത്തിനു പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗത്തും കശ്മീരി വിദ്യാർത്ഥികൾക്ക് ഭീഷണികളും അതിക്രമങ്ങളും നേരിടേണ്ടി വരുന്നതിനെയും രാഹുൽ ഗാന്ധി അപലപിച്ചു. കശ്മീരിൽ നിന്നുള്ള എന്റെ സഹോദരന്മാരെ ചില ആളുകൾ ആക്രമിക്കുന്നത് ദുഃഖകരമാണ്. തീവ്രവാദത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നും രാഹുൽ പറഞ്ഞു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. എന്താണ് സംഭവിച്ചത് എന്ന് അവർ തന്നോട് വിശദീകരിച്ചുവെന്നും തന്റെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ ജമ്മു കാശ്മീരിന് ഉണ്ടെന്ന് അവരെ അറിയിച്ചതായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരണിൽ ചൊവ്വാഴ്ച നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഒരാൾ നേപ്പാൾ സ്വദേശിയാണ്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം താഴ്വര സാക്ഷ്യം വഹിച്ച ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് ബൈസരണിൽ നടന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയുള്ള നിരോധിത തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനിടെ പഹൽഗാം ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തി. ബൈസരണിൽ എന്തുകൊണ്ടാണ് സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നത് എന്ന ചോദ്യമാണ് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാരിനോട് പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയത്. ജൂണിൽ ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് ബൈസരണിൽ സുരക്ഷാ സേനയെ വിന്യസിക്കുക പതിവെന്നും എന്നാൽ സുരക്ഷയൊരുക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കാതെ ടൂർ ഓപ്പറേറ്റർമാർ ഏപ്രിൽ 20 മുതൽക്കേ സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കാൻ ആരംഭിച്ചുവെന്നുമാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചത്.